ഇപ്പൊ എന്തോ വോട്ടിങ്ങിന്റെ എന്തോ സംഭവം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അംഗനവാടിയിലുള്ള ടീച്ചർ അമ്മയുടെ കയ്യിൽ ഒരു ഫോം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇത് പൂരിപ്പിച്ച് ഫോട്ടോ ഒക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മ ഇതേ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് എല്ലാം സെറ്റ് ആക്കി വെക്കാൻ കേട്ടോ. മന്ത്രിമാർക്ക് പോലും ഇങ്ങനെ ഫോൺ കോൾ വരില്ല എന്ന് പറഞ്ഞിട്ടോ ഞങ്ങൾ അമ്മമ്മേനെ കളിയാക്കാറ്. അമ്മമ്മയ്ക്ക് 7 മക്കളായതുകൊണ്ട് തന്നെ ഓരോ സമയത്ത് ഓരോരുത്തർ ഇങ്ങനെ വിളിച്ചോണ്ട് കിട്ടോ. പിന്നെ മക്കളോട് സംസാരിക്കുമ്പോഴല്ലേ അമ്മമ്മയ്ക്ക് ഒരു സന്തോഷം കിട്ടുക. ഇന്ന് ഞാൻ നന്നായിട്ട് എണ്ണൊക്കെ തേച്ച് കുളിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി 2 ദിവസം കഴിഞ്ഞാൽ പനി വരാതിരുന്നാൽ മതി കേട്ടോ. എനിക്ക് അതാണ് പതിവ്. എണ്ണയൊക്കെ തേച്ച് നന്നായി കുളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ 2 ദിവസം കഴിഞ്ഞ് നന്നായിട്ട് പനി വരും. അമ്മ ചോറ് വിളമ്പി തരുമ്പോ എനിക്ക് പേടി കേട്ടോ. കാരണം ആ കനത്തിലെ ചോറ് ഫുള്ള് നമ്മുടെ പ്ലേറ്റിലുണ്ടാവും. പിന്നെ ഗ്യാസുമേ നമ്മുടെ കോഴിമുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ. ചേമ്പും തണ്ടും പിന്നെ അതിന്റെ കിഴങ്ങൊക്കെ ഇട്ടുള്ളൊരു കറിയായിരുന്നു കേട്ടോ. പിന്നെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. അമ്മമ്മയുടെ കണ്ടോ ഫോൺ വിളി നിന്നിട്ടില്ല. അപ്പൊ ഞാനിതേ ക്യാമറ എടുക്കുമ്പോൾ അമ്മമ്മ ഇപ്പൊ നൈസായിട്ട് ഇവിടുന്ന് സ്കൂട്ടാവും കേട്ടോ. ഇപ്പൊ 2 ദിവസമായിട്ട് അമ്മയ്ക്ക് പണിയില്ല കേട്ടോ. അത് കാരണം വീട്ടിലെപ്പോഴും ആളുണ്ടാവും. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ചോറുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ചോറും കറിയും ഞാൻ മതിയാക്കിട്ടോ. അമ്മമ്മ അതേ അപ്പുറത്ത് പ്ലേറ്റിലടക്കം മാറ്റി വെച്ചിട്ടുണ്ട്. അമ്മമ്മയ്ക്ക് ഇത്ര ചോറ് വേണ്ട പറഞ്ഞിട്ട്. പിന്നെ ഞാൻ പോയിട്ട് നല്ല ഉറക്കം അങ്ങോട്ട് ഉറങ്ങിട്ടോ ഉച്ചയ്ക്ക്. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്തായാലും പൊട്ടിച്ചോക്കണം എന്ന് വിചാരിച്ചിട്ട് വേഗം അത് എടുത്തു കേട്ടോ. കൊറിയർ വന്നു കഴിഞ്ഞു വെച്ചാൽ അത് പൊട്ടിച്ചോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ആദർശനും അത് ഞങ്ങൾ തമ്മിൽ മത്സരം ഉണ്ടാവാറ്. ഈ ഒരു സംഭവം ഇൻസ്റ്റയിലൊക്കെ ഇപ്പൊ വൈറലായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ ഇത് കുറെ നാളായി ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നത്. ഇതിപ്പോ മിക്കവരും കണ്ടിട്ടുണ്ടാവും. സാധനം ഇപ്പൊ കുറച്ച് വൈറലാണ്. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ കയ്യുമത്തെയും കാലുമത്തെയും ഒക്കെ മുടി നമുക്ക് ഷേവ് ചെയ്യുമ്പോഴൊക്കെ മുറിയലും അതൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ വേദന ഇല്ലാതെ നമുക്കിത് മുടി കളയാമെന്നാണ് കേട്ടോ പറയുന്നത്. ജസ്റ്റ് ഒന്ന് ബോഡി ലോഷൻ അപ്ലൈ ചെയ്തിട്ട് ഈ സംഭവം വെച്ചിട്ട് റബ്ബ് ചെയ്താൽ മുടി നന്നായി പോകുന്നതാണ് പറയുന്നത്. അങ്ങനെ ഞാൻ എന്റെ കയ്യിലുള്ള ക്രീമൊക്കെ എടുത്ത് ഇറങ്ങിയിട്ട് എന്റെ കാലുമൊന്നും തീരെ മുടിയില്ലാത്തതായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഹോർമോൺ ചേഞ്ചും ഓരോ മെഡിസിനൊക്കെ കാരണം ഇപ്പൊ നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ട് കേട്ടോ. അതൊരു ഭംഗിയില്ലാത്ത മുടിയായിരുന്നു. അപ്പൊ ഇതെന്തായാലും ഒന്ന് കളഞ്ഞു നോക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഈ സംഭവമൊക്കെ പൊട്ടിച്ചു നോക്കിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്. നന്നായിട്ട് ഒരച്ചപ്പോഴേക്കും കണ്ടോ മുടി നന്നായിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ലിങ്ക് കിട്ടാച്ച ഞാൻ അവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം. പിന്നെ ക്രീം വെച്ചിട്ട് മുടി കളയാച്ച നമുക്ക് അധികം അത് മുതലാവില്ല. സോപ്പ് ഇട്ടിട്ട് നല്ല ഒരച്ച് വെച്ചാൽ മുടി അങ്ങനെ പോകട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോൾ നല്ല കുഴലപ്പവും കട്ടൻ ചായ കൂടിയിട്ട് ഞാനും അമ്മയൊക്കെ ചായ കുടിച്ചിട്ട് അമ്മ വിറകിന് പോയിട്ട് വന്നേക്കായിരുന്നു. പിന്നെ ഓരോ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉമ്മർത്തിരിക്കൂട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.